Hi friends, once again welcome back to another variety video of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർക്ക് പോണ വഴിയിലാണ്. ഞാനിന്ന് തൃശ്ശൂർക്ക് പോയിരുന്നു. തൃശ്ശൂർക്ക് പോകുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ടോള് കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ ടോള് കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ കുരിയച്ചിറയിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴേൽ ഒരു ടീം ഇരുന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ വിഘ്നേഷ് അണ്ണനാണ് എൻ്റെ പുറകിലുള്ളത്. വിഘ്നേഷ് അണ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു 4 ടീമാണ് ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയിൽ തമ്പടിച്ചേക്കണത്. ഏകദേശം 20 പേരുണ്ട്. 20 പേരടങ്ങുന്ന ഈ ഒരു സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു ടീമാണ്. വിഘ്നേഷ് അണ്ണൻ ഏകദേശം എത്ര 6 കൊല്ലം അല്ലേ? 8 കൊല്ലം ഈ കേരളത്തിൽ വരാൻ തുടങ്ങിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മുൻകാലത്തെ സെയിൽസും ഈ പ്രാവശ്യം സെയിൽസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ? ഈ പ്രാവശ്യം സെയിൽസൊക്കെ കുറവാണല്ലേ? 2 കൊല്ലമായിട്ട് ഒരു സെയിൽ ഇല്ല. 2 കൊല്ലമായിട്ട് ഭയങ്കര കുറവായി, കൊറോണയൊക്കെ വന്നതിന് ശേഷം അല്ലേ? ഇല്ല, മക്കളുടെ അടുത്ത് മക്കൾ പൈസ ഇല്ല. പൈസ ഇല്ല അല്ലേ? ആദ്യം വന്ന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. കൂടുന്നു പറഞ്ഞാൽ ഇത് വെച്ച് അവര് മറുപടി ചെയ്യണം. ഇപ്പൊ അല്ല പ്ലാസ്റ്റിക്കില് ഫൈബറിൽ ഇതൊക്കെ വന്നപ്പോൾ തന്നെ അവരതിൽ മാറി. നമ്മ വന്നത് അവര് ദൈവത്തിന് ചെയ്യാൻ ഓരോ ഇത് വന്ന് ഈ മുളയിലെ പുൽക്കൂട് ചെയ്യണം. ഇത് വെച്ച് അവര് ആ പരിപാടി ചെയ്യാൻ ഒരു ഇതുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും ഇപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്ക് കച്ചവടം പോയി. കച്ചവടം ഇല്ല, 2 കൊല്ലമായിട്ട് കച്ചവടം മോശമാണ്. ഈ മുളയൊക്കെ എവിടെ നിന്നാ കൊണ്ടുവരണ? മുള ഇവിടെ കടയിൽ കിട്ടും. പാലക്കല്ലിന്റെ പാലക്കാടാ? പാലക്കലിൽ നിന്ന് മേടിച്ചിട്ടാണ് ഈ ചെയ്യണത് അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. മുള വന്നിട്ട് വില കൂടി. കഴിഞ്ഞ കൊള്ള 120 ഉണ്ടായിരുന്നു. ഈ കൊള്ള 130, 150. വണ്ടി വാടകയൊക്കെ കൂട്ടുമ്പോ ഒരു മുള വന്നിട്ട് 170 ഇങ്ങനെയാ വരുന്നത്. അപ്പൊ ആണി വില കൂടി, കമ്പി വില കൂടി, ആൾക്കാർ ശമ്പളം കൂടി. ഇതൊക്കെ ഇപ്പൊ ശമ്പളത്തിന് കൊണ്ടുവന്നേക്കണം. ഇത്രയും പേര് ഒരു ടീമായിട്ട് കൊണ്ടുവന്നേക്കണം. ഒരാളിന് ഒരു ദിവസം ചോറ് 3 നേരം ചോറ് ഇതൊക്കെ ഇട്ടിട്ട് 1000 രൂപ ശമ്പളം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? അപ്പൊ ഈ 2 കൊല്ലമായിട്ട് ഒരു ഇതില്ല, കച്ചവടം ഇല്ലാണ്ട് നമ്മള് തിരിച്ച് സാധനമൊക്കെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സാധനമൊക്കെ തിരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റ് ഇവിടെ മാത്രമുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ വേറെ എവിടെയൊക്കെ ഉണ്ട് മാർക്കറ്റ്? കേരളത്തില് എറണാകുളത്തിലുണ്ട്. എറണാകുളത്ത് അണ്ണന്റെ ടീം തന്നെയാണോ? വേറെ ടീമാണല്ലോ. അണ്ണൻ തൃശ്ശൂർ മാത്രമുള്ള? അണ്ണൻ ശരിക്കും കോയമ്പത്തൂർ ബേസ് ചെയ്താണോ? കോയമ്പത്തൂർ എന്താണ് അണ്ണന്റെ മെയിൻ പരിപാടി? കോയമ്പത്തൂർ നമ്മ വേറെ പണിക്ക് പോകും. കിട്ടുന്ന പണി ചെയ്യും. കൊട്ടയുടെ പണിയൊക്കെ ഉണ്ടോ? കൊട്ടപ്പണിയുണ്ട്, റെസ്റ്റോറന്റ് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചേട്ടന്മാര് ചെയ്യുന്നുണ്ട്. റെസ്റ്റോറന്റ് ഇല്ല, ഹോട്ടലില് റെസ്റ്റോറന്റ് അത് ഈ മുളയിലൊക്കെ ചെയ്യും. മുളയിലൊക്കെ അതിന്റെ ഡിസൈൻ ചെയ്യും. അത് ആ പണിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ചേട്ടന്മാർ ചെയ്യുന്നുണ്ട്. റിസോർട്ടിലൊക്കെ ചെയ്യുന്നത്. റിസോർട്ട് നമുക്ക് പണിയില്ലെങ്കിൽ അവിടെ പോകും, ആ പണി ചെയ്യും. ഓക്കെ. അതുപോലെ ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ കുറവാണ്, എന്നാലും നല്ല കുറെ വലിയ പുൽക്കൂടൊക്കെ കാണണ്ടല്ലോ. ഇങ്ങനെ ചെയ്ത് വെക്കണല്ലോ. നമുക്ക് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇതില് ചെയ്യുമ്പോ നല്ലൊരു ഡിസൈനായിട്ടൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്യണതാ. എല്ലാ കൊല്ലം എത്ര സമയത്ത് തുടങ്ങും? ഒരു 30 ദിവസം ഉണ്ടാകുമ്പോ ഇവിടെ വരും. ക്രിസ്മസിന് 30 ദിവസം ഉണ്ടാകും. 25-ാം തീയതിക്ക് 30 ദിവസം വെച്ചിട്ട് വരും അല്ലേ? ഓക്കെ. വന്നിട്ട് നമ്മ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം 3 പേര് ചെയ്താല് ഒരു 20 പുൽക്കൂട് 10 പുൽക്കൂടെ ചെയ്യാൻ പറ്റും. അതിനാ ഇത്ര ദിവസം മാറ്റുന്നത്. ഒരാൾ ചെയ്യാൻ പറ്റില്ല, 10 പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റില്ല. 3 പേര് ചെയ്താൽ 10 പുൽക്കൂട് 20 പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം. ഒരാൾക്ക് എത്ര പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം? ഒരു ദിവസം എങ്ങനെ 5. ഈ സ്റ്റാർ ആണെങ്കിലോ? സ്റ്റാർ എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല. സ്റ്റാർ ഒരു ദിവസം ഓർഡർ ഇതാണ്. ഓർഡർ തന്നാലേ ചെയ്യാൻ പറ്റും. ഇത് ഓർഡർ അനുസരിച്ചിട്ടാണോ ചെയ്ത് കൊടുക്കണം? അപ്പൊ ലോക്കൽ മാർക്കറ്റിലൊക്കെ ആരാ ഓർഡർ എടുക്കണം? ലോക്കലല്ല, ആരും എടുക്കുന്നില്ല. പാർട്ടി കസ്റ്റമർ വരും. കസ്റ്റമർ വന്ന് കണ്ടിട്ടാണ് എടുക്കണം അല്ലേ? കണ്ടിട്ട് എടുക്കും. ഓക്കെ. 3 അടി സ്റ്റാർ ഒരു 400, 450. 5ക്ക് 4 വാല് ഉണ്ടാകുന്നത് 500. പുൽക്കൂടിന് എത്രയാ വലിയ പുൽക്കൂട്? 200 ഉണ്ട്, 200, 250, 300, 400 ഇങ്ങനെയുണ്ട്. അങ്ങനെ വെറൈറ്റി 3 റേറ്റിലുണ്ടല്ലേ?
ഗൈസ് അപ്പൊ ഇത് വർഗീസേട്ടനാണ്. വർഗീസേട്ടൻ ഇവിടെ ഉള്ളതല്ലേ നമ്മുടെ ഇവിടെ തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്ന വർഗീസേട്ടനാണ്. അപ്പൊ വർഗീസേട്ടൻ കുറെ നാളായിട്ട് ഇവരെ അടുത്തറിയാം. ഇവര് 10-18 വർഷമായിട്ട് ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ വരുന്ന ആളാണ്. അവര് സ്ഥിരമായിട്ട് ഇവിടെ ഈ പാലത്തിന് നിപ്പാട് വരാറുണ്ട്. പാലം വന്നപ്പോഴും അതിന് നിപ്പാട് ഇവിടെ വരാറുണ്ട്. ഈ ഇവരേതായ ആൾക്കാരെ അണ്ണന്മാരൊക്കെ നമ്മൾ അറിയാം. പക്ഷെ അണ്ണന്മാർ ഇതിൽ പല ആൾക്കാരും കാണാനില്ല. അത് എന്താണ്ടായി ആളെ അണ്ണ മരിച്ചു. അപ്പോൾ അവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ തൊട്ടൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് പോവാറ്. അത് അത് ഇത്ര പോന്ന കുട്ടീനെ കൊണ്ട് വന്നതാണ്. ആളാണ് ഇവിടെ വരാറ്. അപ്പോൾ നമ്മൾ അത്രയും ബന്ധമുള്ള ആൾക്കാരാണ്. അവർ കാലങ്ങളായിട്ടുള്ള ബിസിനസ്സാണ് അവിടെ പുൽക്കൂട് ബിസിനസ്. അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയത് ഇവിടെയാണ് തോന്നുന്നു. ഇവർ പാലത്തിൻ്റെ അടിയിൽ പിന്നെ നടത്തി അങ്ങനെ നല്ലൊരു ബിസിനസ് എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ഇതിന് ഒരു 3 മാസം പടക്ക് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നു തോന്നുന്നു. ഇതിൻ്റെ മുള കട്ടി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് തോന്നുന്നു. എന്നിട്ട് അവിടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നത്. ഈ കാണുന്നതാണ് അവരുടെ പണിസ്ഥലം. ഈ പാലത്തിന്റെ അടിയിൽ ഈ 2 തൂണുകളുടെ മധ്യയാണ് അവരിരുന്ന് വർക്ക് ചെയ്യണത്. അക്കയുടെ പേരെന്തായിരുന്നു? തമിഴ് സെൽവി. അക്ക തമിഴ് സെൽവിയാണ്. അക്ക ഏകദേശം 18 വർഷത്തിന് മുകളിലായി അല്ലേ? 18 വർഷത്തിന് മുകളിലായി. അക്കയുടെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് വന്നത് അല്ലേ? അതെ. ഇപ്പം ചെറിയ കുളന്തയും കൊണ്ട് വന്നതാ. ആ കുളന്ത ഇപ്പോൾ വലുതായി അല്ലേ? കുളന്ത വലുതായി വലിയ കുട്ടിയായി. എന്നിട്ടും അക്ക ഇവിടെ വന്നിട്ട് ജോലി ചെയ്യണ്ട അല്ലേ? അപ്പൊ പണ്ടത്തെ ബിസിനസ് ഇപ്പോഴത്തെ ബിസിനസ് തമ്മിൽ നോക്കുമ്പോൾ ഏതാണ് ഭയങ്കര ബിസിനസ്? എപ്പോഴാണ് ഉണ്ടായത്? ആണല്ലേ? ഇപ്പൊ ബിസിനസ് ഇല്ലല്ലേ? അപ്പൊ മുന്നേക്കെ നല്ല ബിസിനസ് ഉണ്ടായി എന്നാണ് പറയണത്. ഒരു ദിവസം കുറേ ക്രിസ്മസ് പുൽക്കൂടുകളൊക്കെ വിറ്റുപോയി. പക്ഷെ ഇപ്പൊ ബിസിനസ് ഭയങ്കര കുറവാണെന്നാണ് പറയണത്. ഒന്നും ഓർഡർ ഇല്ലല്ലേ? ഓർഡർ ഇല്ല. പക്ഷെ ഇവര് ഇപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കഴിഞ്ഞ 18 വർഷത്തിന് മുകളിലായി ഈ ഭാഗത്താണ് അവർ വർക്ക് ചെയ്യണത്. ആ സമയത്തൊക്കെ നല്ല സെയിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ മലയാളികൾ ഇവരുടെ കയ്യിൽ നിന്ന് പുൽക്കൂട് മേടിക്കുന്നില്ല. പ്ലാസ്റ്റിക് പുൽക്കൂടുകളും അതുപോലെ തന്നെ ഫൈബറിൻ്റെ പുൽക്കൂടുകളുമാണ് നമ്മൾ മേടിക്കണമെന്നാണ് അവർ പറയണത്. ഇവരുടെയൊക്കെ ഒരു ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള അതെ മുളകൾ, പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന മുളകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു പുൽക്കൂട് നിർമ്മിക്കണം. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൈക്കോലാണ്. വൈക്കോല് ഇത് കണ്ട എന്ത് രസമായിട്ടാണ് നോക്കിയമ്മ ചെയ്തേക്കണം. വളരെ രസകരമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സംഭവം ചെയ്തേക്കണത്. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു ക്രിസ്മസ് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പുൽക്കൂട് മേടിക്കണം. ചേച്ചിയുടെ പേരെന്താ? അക്കയുടെ പേരെന്താ? ശാന്തി. അക്ക ശാന്തി അക്കയാണ്. ശാന്തി അക്ക എത്ര നാളായി ഇവിടെ? 3 കൊല്ലം. എവിടെ ഊര്? തേനി. തേനി, കമ്പം തേനി. മറ്റേ നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലം. അപ്പൊ ഈ ശാന്തിയൊക്കെ വന്നത് സുർലി. സുർലി. അപ്പൊ തേനിന്നാണ് അക്ക വരണത്. അക്ക 3 വർഷമായി ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ക്രിസ്മസിന്റെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ഉണ്ടാ? രണ്ടാഴ്ചയായി അവരിവിടെ വന്നിട്ട് ബിസിനസ് ഭയങ്കര കുറവാണെന്നാണ് പറയണത് അല്ലേ? ബിസിനസ്സൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ക്രിസ്മസിന്റെ പരീക്ഷയൊക്കെ അല്ലേ, അത് കഴിയുമ്പോ കൂടെ ഇരിക്കും. ഇവിടെയാണ് കിടന്നുറങ്ങണം. ഇവിടെ അവരിവിടെ തന്നെയാണ് കിടന്നുറങ്ങണത്. കണ്ട വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കണുണ്ട് പുറകിൽ. നമ്മുടെ പുറകിൽ അവർ വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കണം. സ്റ്റൗവ്, ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. അവർ ഈ തണലത്ത് വളരെ കാമാൻകോയറ്റായിട്ട് ജോലി ചെയ്യാണ്. ഇത് തമിഴ് സെൽവി അക്കയുടെ മകളാരാ? പേരെന്നാ? ഇഷ. ഇത് തമിഴ് സെൽവി അക്കയുടെ മകളാണ്. തമിഴ് സെൽവി അക്കനെ നമ്മളവിടെ വെച്ച് പരിചയപ്പെട്ട്. ഇഷയെന്നാണ് പേര്. പണ്ട് ചെറിയ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അക്ക പറയണ. പണ്ട് ചെറിയ കൈക്കുഞ്ഞായിരിക്കും ഇവിടെ വന്നിട്ടുണ്ട് അത്രേ. ഇന്നിപ്പോൾ വലിയ കുട്ടിയായിട്ടാണ് ഇവിടെ വന്നേക്കണം അല്ലേ? എത്ര വരെ പഠിച്ചു? 12th +2 പാസ്സായ ആളാണ് നമ്മുടെ ഇഷ. മോളുടെ പേരെന്താ? പ്രിയയുടെ വീട് എവിടെയാ? പൊള്ളാച്ചി. ഇഷയും പൊള്ളാച്ചിയാണല്ലേ? അപ്പോൾ ഇഷയും പ്രിയയും പൊള്ളാച്ചിക്കാരാണ്. പ്രിയ എത്ര വരെ പഠിച്ചു? സിസ്റ്റേഴ്സാണോ? സിസ്റ്റേഴ്സാണ്. അപ്പോൾ തമിഴ് സെൽവി അമ്മ. ഇവർ 2 സിസ്റ്റേഴ്സാണല്ലേ? ഒരു ദിവസം എത്ര പുൽക്കൂടുണ്ടാക്കും? 10 പുൽക്കൂടാ? 10 പുൽക്കൂട് ഉണ്ടാക്കും ഒരു ദിവസം. 10 പുൽക്കൂട്. தலைவர். அவர்தான் தலைவர்.
ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പൊള്ളാച്ചിയിൽ നിന്നും അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വന്ന നമ്മുടെ അണ്ണന്മാരുടെയും അക്കന്മാരുടെയൊക്കെ ഒപ്പം പോയിരുന്നു. അവർ അടിപൊളിയായിട്ട് ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിബ് ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റാർ ഉണ്ടാക്കുന്നുണ്ട്, വിവിധ തരത്തിലുള്ള ക്രിബുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ മേടിക്കണം. വളരെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അവരുണ്ടാക്കണം. ഇപ്പോൾ വളരെ സെയിൽ കുറവാണെന്നാണ് അവർ പറയണത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് സെയിൽ കൂട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ തൃശ്ശൂർ ഹൈവേ കൂടി പോണവരാണെങ്കിൽ നമ്മുടെ ഈ കുരിയച്ചിറ ഭാഗത്ത് നിർത്തുക, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക. ഓക്കെ, താങ്ക് യു.